അവസാന ഭാഗം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ബാലീപദം അവസാന ഭാഗം. രാമനെ നാരായണനെന്നറിഞ്ഞുടൻ താമസഭാവമകന്നു സസംഭ്രമോ ഭക്ത്യാ നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാനിത്തം മമാപരാധം ക്ഷമിക്കേണമേ. ശ്രീരാമ രാമ മഹാഭാഗ രാഘവ നാരായണൻ നിന്തിരുവടി നിർണയം ഞാനറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസേ കാരുണ്യമോടും ക്ഷമിക്കണം. നിന്തിരുമേനിയും കണ്ടാശു നിന്നന്തികേ താവകമായ ശരമേറ്റു ദേഹമുപേക്ഷിപ്പതിന്നു യോഗം വന്ന താഹന്ത ഭാഗ്യമെന്തോന്നു ചൊല്ലാവതൂ. ദേഹമുപേക്ഷിപ്പതിന്നു യോഗം വന്നതാഹന്ത ഭാഗ്യമെന്തോന്നു ചൊല്ലാവതൂ. സാക്ഷാൽ മഹായോഗി നാമപി ദുർലഭം മോക്ഷപ്രദം തവ ദർശനം ശ്രീപദേ. നിന്തിരുനാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താപമുൾക്കൊണ്ടു ചൊല്ലും പുരുഷനു മോക്ഷം ലഭിക്കുന്നതാകയാൽ ഇന്നുമേ സാക്ഷാൽ പുരതസ്ഥിതനായ ഭഗവാനെ കണ്ടൻപോടു നിന്നുടെ സായകം കൊണ്ടുമരിപ്പാൻ അവകാശമിക്കാലമുണ്ടായതെന്നുടെ ഭാഗ്യാതിരേകമിതുണ്ടോ പലർക്കും ലഭിക്കുന്നതീശ്വര. നാരായണൻ നിന്തിരുവടി ജാനകി താരിൽ മാതാവായ ലക്ഷ്മി ഭഗവതി പന്തികണ്ഠൻ തന്നെ നിഗ്രഹിപ്പാനാശു പന്തിരഥാത്മജനായി ജനിച്ചു ഭവാ. പത്മജൻ മുന്നമർത്തിക്കയാലെന്നതും പത്മവിലോചന ഞാൻ അറിഞ്ഞിടിനേ.
നിന്നുടെ ലോകം ഗമിപ്പാൻ തുടങ്ങിയിടുമെന്നെ അനുഗ്രഹിക്കേണം ഭഗവാനെ ഭഗവാനേ. എന്നോടു തുല്യ ബലവാനാകുമങ്കദൻ, എന്നോടു തുല്യ ബലനാകുമങ്കദൻ തന്നിൽ തിരുവുള്ളമുണ്ടായിരിക്കണം. അർക്കതനയനു മങ്കത ബാലനുമൊക്കുമെനിക്കെന്നു കൈക്കൊള്ളുക വേണമേ. അമ്പും പറിച്ചു തൃക്കൈ കൊണ്ടടിയനെ അൻപോടു മെല്ലെ തലോടുകയും വേണോ എന്നതു കേട്ടു രഘുത്തമൻ ബാണവും ചെന്നു പറിച്ചു തലോടിനാൻ മെല്ലവേ. മാനവവീരൻ മുഖാംബുജവും പാർത്തു വാനരദേഹമുപേക്ഷിച്ചു ബാലിയും. യോഗീന്ദ്ര വൃന്ദ ദുരാപമായുള്ളൊരു ലോകം ഭഗവൽപദം ഗമിച്ചിടിനാൻ. യോഗീന്ദ്ര വൃന്ദ ദുരാപമായുള്ളൊരു ലോകവും ഭഗവൽപദം ഗമിച്ചിടിനാൻ. രാമനായൊരു പരമാത്മന ബാലി രാമപാദം പ്രവേശിച്ചോരനന്തരം മർക്കടൗകം ഭയത്തോടോടി വേഗേന പുക്കിതു കിഷ്കിന്ധയായ പുരാജിരേ. ചൊല്ലിനാർ താരയോടാശു കവികളും സ്വർലോകവാസിയായി വന്നു കവീശ്വരൻ ശ്രീരാമസായകമേറ്റു രണാജിരേ. താരേ കുമാരനെ വാഴിക്ക വൈകാതെ ഗോപുരവാതിൽ നാലും ദൃഢം ബന്ധിച്ചു ഗോപിച്ചുകൊള്ളുക കിഷ്കിന്ധ മഹാപുരം. മന്ത്രികളോട് നിയോഗിക്ക നീ പരിപന്തികളുള്ളിൽ കിടക്കാതിരിക്കണം. ബാലി മരിച്ചതു കേട്ടോരു താരയുമോ ലോല വീഴുന്ന കണ്ണുനീരും വാർത്തു. ദുഃഖേന വക്ഷസി താടിച്ചു ഗദ്ഗദവാച പറഞ്ഞു പലതരവും. എന്തിനിക്കിനി പുത്രനും രാജ്യവും എന്തിനു ഭൂതലവാസവും മേ വൃഥാ. ഭർത്താവു തന്നോടുകൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ. യുദ്ധം കരഞ്ഞവൾ ചെന്നു തൻ രക്തപാംസുക്കൾ അണിഞ്ഞു കിടക്കുന്ന ഭർത്തൃകളെ വരം കണ്ടു മോഹം പൂണ്ടു. പുത്രനോടും കൂടെ ഏറ്റം വിവശയായി വീണിതു ചെന്നു പാദാന്തികേ താരയും. കേണു തുടങ്ങിനാൾ പിന്നെ പലതരം ബാണമെയ്തെന്നെയും കൊന്നിടൂ നീ മമ പ്രാണനാഥെന്നു പുറാ പിരിഞ്ഞാലടോ. എന്നെ പതിയോടുകൂടെ അയക്കിലോ, എന്നെ പതിയോടുകൂടെ അയക്കിലോ. കന്യകാദാനഫലം നിനക്കും വരും. ആര്യനാം നിന്നാൽ അനുഭൂതമല്ലയോ ഭാര്യാവിയോഗജ ദുഃഖം രഘുപതേ. വ്യഗ്രവും തീർത്തുരുമയുമായി വാഴ്ക നീ സുഗ്രീവ
രാജ്യഭോഗങ്ങളോടും ചിതം യുദ്ധം പറഞ്ഞു കരയുന്ന താരയോടുത്തരമായി അരുൾ ചെയ്തു രഘുവരൻ തത്വജ്ഞാനോപദേശേന കാരുണ്യേന ഭർതൃവിയോഗ ദുഃഖം കളഞ്ഞിടുവാൻ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. താരോപദേശം അടുത്തത്.